ചില രസം എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിക്കൂട്ടിയിട്ട് തിരികെ വരുന്ന സമയത്ത് ഈ ജനങ്ങൾ വന്നിട്ട് ഈശോയോട് പറയുന്ന ആ സംഭാഷണ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ജനങ്ങൾ പറയുകയാണ്, ജനങ്ങൾ ഈശോയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്നെ കണ്ടു വിശ്വസിക്കേണ്ടതിന് നീ എന്തടയാളമാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമ്മൾ ആലോചിക്കണം, ഈശോ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷമാണ് വരുന്നത്. ഈശോ 5 അപ്പം എടുത്ത് 5000 പേരെ തീറ്റിപ്പൂറ്റി അതിനുശേഷം വരുമ്പോൾ അവിടെ തന്നെ ഈ അത്ഭുതത്തിന് ശേഷം അവർ തന്നെ പറയുന്നുണ്ട്, സത്യമായിട്ടും വരാനിരുന്ന രക്ഷകൻ മിശിഹ ഇവൻ തന്നെയാണെന്ന് അവരിൽ ചിലരൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. എന്നിട്ട് അതേ ജനങ്ങൾ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, ഞങ്ങൾ നിന്നെ കണ്ടു വിശ്വസിക്കേണ്ടതിന് നീ എന്തടയാളമാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. നമ്മളൊന്ന് ആലോചിക്കുക, വലിയൊരു അത്ഭുതം കഴിഞ്ഞ് വരുമ്പോൾ അവർ പറയുകയാണ് ഒന്നുമല്ല, പക്ഷെ ഇനി ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ വേണം, അടയാളങ്ങൾ വേണം തന്നെ വിശ്വസിക്കാൻ എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു മനോഭാവം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണുന്നത്, പക്ഷെ വീണ്ടും വീണ്ടും ഈ അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈശോ നമ്മളോട് പറയുകയാണ്, അതായത് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നീ കണ്ടു കഴിഞ്ഞു, ഇനി അത്ഭുതങ്ങളുടെ പിന്നാലെ നീ കിടന്ന് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു അത്ഭുതം കണ്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ സുവിശേഷത്തിലെ ജനങ്ങളെ പോലെ ഒരു വിശ്വസിക്കാൻ വേണ്ടി, ഒരു അടയാളത്തിന് വേണ്ടി ഈശോയുടെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. നമുക്ക് വിശ്വസിക്കാനും ഈശോയുടെ പിന്നാലെ ഈശോയെ അനുഗമിക്കുവാനുമായിട്ട് ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും വിശ്വസിച്ച് ദൈവത്തിന്റെ പിന്നാലെ ആത്മാർത്ഥതയോടെ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.